ഷോറൂം അല്ല, ഓൺ റോഡ് പ്രൈസ് ആണ് പറഞ്ഞ് 6,94,000 രൂപ. അതായത് ഇതൊക്കെ പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പവറിൽ, അതായത് ഞാൻ തുടക്കം പറഞ്ഞ പോലെ ഒരു 1 ലിറ്റർ എഞ്ചിനാണിത്. ഈ 1 ലിറ്റർ എഞ്ചിൻ വലിക്കുമോ? ഒരു ബഡ്ജറ്റ് 7 സീറ്റർ വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടോ? വെറും ബഡ്ജറ്റ് എന്നല്ല, ഈ ഒരു പ്രൈസിൽ എങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ള നമ്മുടെ റെനോയുടെ ട്രൈബർ എന്ന് പറയുന്ന വാഹനമാണ്. അതായത് ഒരു 7 സീറ്റർ വാഹനമാണ്, ഒരു സബ് 4 മീറ്ററിനകത്ത് വരുന്ന ഒരു 7 സീറ്റർ വാഹനമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ 2025 നവംബറിലൊന്ന് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു 2026 ട്രൈബറിൽ. എന്തൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ എക്സ്പ്ലോർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ വാഹനം ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസും കൂടെ പറഞ്ഞേക്കാം. ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റ് നമുക്ക് വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,94,000 രൂപയാണ്. എക്സ് ഷോറൂം അല്ല, ഓൺ റോഡ് പ്രൈസ് ആണ് പറഞ്ഞ് 6,94,000 രൂപ. അതായത് 7 ലക്ഷം രൂപയ്ക്ക് ഒരു സബ് 4 മീറ്റർ വാഹനത്തിൽ 7 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. 7 എന്നുള്ള ഒന്നുകൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 8 പേർക്ക് പിള്ളേരാണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് തൊട്ട് തന്നെ തുടങ്ങാം. ഇതിനൊരു DRL നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊജക്ടർ LED ലാമ്പ് നമുക്ക് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഈ ഒരു പോർഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ ഗ്രിൽ ഡിസൈനും റെനോയുടെ പുതിയ ലോഗോയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ട് താഴെയായിട്ടൊരു വലിയൊരു എയർ ഡാം കാണാൻ സാധിക്കും. അതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഒരു ഗ്രേ എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. റീസെൻ്റായിട്ട് നമ്മൾ ഡസ്റ്ററിലൊക്കെ കണ്ട ഏകദേശം അതിനോട് തന്നെ സിമിലർ ആയിട്ടുള്ള അതേ മോഡൽ തന്നെയാണ്. ഫ്രണ്ടിൽ 3 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 1, 2, 3 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്. പക്ഷേ എയർ ഇൻടേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല, അതെല്ലാം ക്ലോസ്ഡ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഏതായാലും ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ് ഹുഡിലോട്ട് വരുമ്പോൾ ഒരു രീതിക്കുള്ള മാറ്റവും വരുന്നില്ല. അതായത് ഇതിൻ്റെ ആദ്യത്തെ ജനറേഷൻ 2019 ഇറങ്ങിയ ജനറേഷനും അത് കഴിഞ്ഞ് ഫേസ് ലിഫ്റ്റ് വന്നിട്ടും അതിനും മാറ്റമില്ല. ഇതിനും ഈ ഭാഗത്തൊന്നും വേറെ ഒരു മാറ്റവും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇനി സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഫോഗ് ലാമ്പിൻ്റെ പോർഷൻ തന്നെ ഈ ക്ലാഡിങ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ടയർ കാണാൻ സാധിക്കും. 185, 65, R15 ഇതിൻ്റെ സൈസ് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ അലോയ് വീലാണെന്ന് തോന്നുമെങ്കിൽ പോലും ഇതൊരു സ്റ്റീൽ വീല് തന്നെയാണ് വരുന്നത്, അലോയ് വീലല്ല. പക്ഷേ കാഴ്ചയിൽ ഒരു അലോയ് വീല് തന്നെയാണ് നമുക്ക് തോന്നാറുണ്ട്. ഈ ക്ലാഡിങ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇങ്ങോട്ട് പിന്നെ ക്ലാഡിങ് പോർഷൻസ് ഒന്നുമില്ല, സ്റ്റിക്കർ വർക്ക്സ് ആണ് വരുന്നത്. ഇതിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുത്തറിയാൻ സാധിക്കാത്തത്. ഞാൻ നേരത്തെ ഒരു വർഷം കൂടെ ഇവിടെ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു സ്റ്റിക്കേഴ്സ് എല്ലാം ഇങ്ങനെ പോരുകയാണ്, കാണാൻ നല്ല ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ പ്രൈസ് കുറയുന്നു തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്ലാഡിങ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ബാക്കിലോട്ട് പോരുകയാണ്. വീൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ്, ഈ ഒരു വാഹനം ബ്ലാക്ക് ആയതുകൊണ്ട് ഇതെല്ലാം ഫുൾ ബ്ലാക്ക് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ വേറെ കളേർഡ് വേർഷൻസിലൊക്കെ ആണെങ്കിലും ഗ്ലോസി ബ്ലാക്ക് വരുന്ന കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ റൂഫ് റെയിൽസ് 50 kg വരെ സപ്പോർട്ട് ചെയ്യുന്ന റൂഫ് റെയിൽസ് ആണ് കിട്ടുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മേളിൽ ക്ലാമ്പ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. അതായത് ഒരു ട്രാവലൊക്കെ ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടെയിൽ ലാംപ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും LED ആണ് വരുന്നത്. കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹാലജൻ ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു പാർക്ക് ലൈറ്റ് മാത്രമാണ് നമുക്ക് LED ആയിട്ട് ഇവിടെ കിട്ടുന്നത്. കാണാൻ നല്ല ഗുമ്പുണ്ട്. ഇതിലൊന്നും മാറ്റം വന്നിട്ടില്ല. ആസിറ്റീവ് സെയിം തന്നെയാണ്. 2025 ചെയ്ത ആ സെയിം മോഡൽ തന്നെയാണ്. അതിലൊരു മാറ്റവും വരുന്നില്ല. പുതിയ ലോഗോ, അതുപോലെ തന്നെ ട്രൈബർ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയറിൽ നമുക്ക് 3 പാർക്കിംഗ് സെൻസേഴ്സാണ് കിട്ടുന്നത്. 1, 2, 3 പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് റിഫ്ലക്ടർ യൂണിറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. പിന്നെ ഒരു റിയർ വൈപ്പർ കാണാം, ഡീഫോഗേഴ്സ് കാണാം, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം, ആൻറ്റിന ഏറ്റവും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. പുഷ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് ലാമ്പ് LED ആക്കായിരുന്നു എന്നുള്ളൊരു സജഷൻ പറയാം. ബൂട്ട് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ ഇത്രയൊരു പോർഷനാണ്. പക്ഷേ ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് ഇതിപ്പോൾ ശരിക്കും ഒരു 7 സീറ്ററാണ് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ 7 സീറ്റർ നമുക്കൊരു 5 സീറ്റർ ആക്കി ബാക്കി സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ മടക്കിയിട്ടു, ഇത് ഞാൻ മടക്കിയിട്ടു, ഇത്രയും സ്പേസ് നമുക്ക് കിട്ടി. ഇനി ഇത് പോരാ, നമുക്ക് ഈ ഒരു ഭാഗം ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റിന് നമുക്കിങ്ങ് ഊരി മാറ്റി വയ്ക്കാം. ഓക്കെ, ഊരി മാറ്റി വെച്ചു. ഇനി ഈ ഒരു സ്പേസ് വന്നു കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും ഇവിടെ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് നമുക്കത് ഇതുപോലെ ഒന്നെങ്കിൽ പൊക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഊരി മാറ്റി വെക്കാൻ സാധിക്കും. അതിനുശേഷം തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് ഈ ലോക്കിലോട്ട് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊരു നോർമൽ സീറ്റ് ആകുകയാണ്. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് ഈ സീറ്റിലിരിക്കുന്നതിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കാം. വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം.
യെസ്, അപ്പോൾ ആദ്യം തന്നെ തുറക്കുമ്പോൾ ഡോറിൻ്റെ ലോക്ക് ആൻഡ് അൺലോക്ക് നോബ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ എനിക്കിത് അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് സേഫ്റ്റിയുടെ ഫീച്ചറൊക്കെ തന്നെയാണ്, എന്നാലും എവിടെയോ കൊണ്ടൊരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. ഡോർ ഓപ്പണിങ്ങിൻ്റെ ഹാൻഡിൽ കാണാം, മിറേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ സാധിക്കും. അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ്, മിറേഴ്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഫോൾഡ് ആവുന്ന കാണാൻ സാധിക്കും. തിരിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം നോർമൽ സ്വിച്ച് പോലെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഹാൻഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. തൊട്ട് താഴെ ഒരു കപ്പ് ഹോൾഡർ, ഒരു വലിയൊരു കപ്പ് ഹോൾഡർ തന്നെ, സൈഡിലൊരു ചെറിയ പോക്കറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. സീറ്റ് നോർമലി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി വാഹനത്തിനകത്തോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മാനുവൽ സ്വിച്ച് കാണാൻ സാധിക്കും. തൊട്ട് മേളിലോട്ട് വരുമ്പോൾ നമുക്ക് AC വെൻറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡാഷ്ബോർഡ് ഏരിയാസ്, ഈ ഒരു പോർഷൻസൊക്കെ അത്യാവശ്യം നല്ല ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു 8 ഇഞ്ചിൻ്റെ ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് ഫ്ലാറ്റ് ബോട്ടമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്കിതിൻ്റെ കൺട്രോൾസ്, അതായത് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസും ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുതിയ ലോഗോ നമുക്ക് സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാം കോമ്പിനേഷൻ സ്വിച്ച് കാണാൻ സാധിക്കും. പാർക്ക്, ഹെഡ്ലൈറ്റ് ഓൺ, ഓട്ടോ ഫീച്ചർ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ലോ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് അത് പിന്നെയും എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു മെയിൻ ഫീച്ചറാണ് ഓട്ടോ എന്ന് പറയുന്നത്. അതായത് ഓട്ടോ AC ഫസ്റ്റ് ടൈമാണ് ഡ്രൈവറിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇത് തന്നെയാണ്. നമ്മളിത് ഫുള്ളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ ടെമ്പറേച്ചർ എത്ര സെറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് 20 കഴിഞ്ഞാൽ 19 കഴിഞ്ഞാൽ പിന്നെ ലോയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പൊസിഷൻ, എയർ പൊസിഷൻ ഏതൊക്കെ വേണമെന്നുള്ള ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഔട്ട്സൈഡ് സർക്കുലേഷൻ, ACയുടെ സ്വിച്ച്, ഡീഫോഗർ, അതുപോലെ തന്നെ ഓട്ടോ സ്വിച്ച്. ഞാൻ AC ഫുള്ളായിട്ട് ഓഫ് ചെയ്തു. തൊട്ട് താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു USB-A ടൈപ്പ് കാണാൻ സാധിക്കും. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചായിട്ടാണ് വരുന്നത്, നോർമൽ സ്വിച്ചായിട്ടാണ് വരുന്നത്. ഈ സ്വിച്ച് ഞാൻ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, മേളിൽ ക്രൂയിസ് കൺട്രോൾ ഓൺ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിത് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട്. കാരണം നമ്മളങ്ങനെ പൊതുവെ വാഹനങ്ങൾ ഇതുപോലൊരു ഓൺ ഓഫ് സ്വിച്ച് കാണാറില്ല. ആകപ്പാടെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കോഡയിലൊക്കെ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ സ്വിച്ച് കണ്ടതായിട്ടൊരു ഓർമ്മ എനിക്കുണ്ട്. ഓട്ടോ വൈപ്പറാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് തൊട്ട് താഴോട്ട് വരുമ്പോൾ ഒരു വയർലെസ് ചാർജിങ് പാഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴോട്ട് വരുമ്പോൾ ഒരു മാനുവൽ ഗിയറാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് 2 ഗിയർ ബോക്സ് ഓപ്ഷനിലാണ് ഈ വാഹനം കിട്ടുന്ന. ഒരു മാനുവൽ ട്രാൻസ്മിഷനിലും ഒരു AMT ട്രാൻസ്മിഷനിലും കിട്ടുന്നുണ്ട്. AMT നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് മാത്രമാണ് കിട്ടുന്നത്. ബാക്കിയുള്ളതിലെല്ലാം മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. തൊട്ട് താഴെ വരുമ്പോൾ 2 സ്റ്റോറേജ് യൂണിറ്റ് അല്ലെങ്കിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇവിടെ നമുക്കൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുന്ന രീതി കാണാൻ നല്ല രസമുണ്ട്. ഈ സൈഡിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് എനിക്ക് തോന്നുന്നു കോ ഡ്രൈവറിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പൊസിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലോവർ സ്പീഡിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. ഇത് ബാക്കിലത്തെ AC വെൻറ്റിൻ്റെ സ്വിച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ മോട്ടർ വരുന്ന ഈ സീറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇതിൻ്റെ മോട്ടർ അസംബ്ലി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്ന വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. മേളിൽ നമുക്ക് കിട്ടുന്ന മാനുവലി ഡിമ്മിങ് വരുന്ന ഒരു IRVM ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് LED റൂഫ് ലാംപ്സ് ആണ് കിട്ടുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. ടെമ്പറേച്ചറിൻ്റെ സെൻസർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മൈക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒന്നും തന്നെ കൊടുത്തില്ല, ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രം കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നൊരു കാര്യം, എൻ്റെ കാലിലോട്ട് ഇത് തട്ടി. അപ്പോൾ ഞാനൊന്ന് ബാക്കിലോട്ട് ആക്കുകയാണ്. ഇപ്പോൾ ഫ്രീ ആയി. ഗ്ലോ ബോക്സ് വളരെ കൂളായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഭയങ്കര ഒരു സ്പേസിൻ്റെ കാര്യം, അതായത് ഭയങ്കര യൂട്ടിലിറ്റി സ്പേസ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലും വെക്കാം, ഇവിടെ അതുപോലെ എന്തെങ്കിലും വെക്കാൻ സാധിക്കും. ഒരു വൈഡ് ഓപ്പൺ ബോക്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂൾഡ് അല്ല, എന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ കാർഡൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാർഡ് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എനിക്കൊന്ന് ഫ്യൂസിൻ്റെയാണ് ആ കൊടുത്തിരിക്കുന്ന ക്ലോസിങ്. നമ്മൾ ഡസ്റ്ററിൽ കണ്ടത് ആ സെയിം ടൈപ്പാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു അപ്പർ ഗ്ലോ ബോക്സും കിട്ടുന്നുണ്ട്. കണ്ടോ, ഇവിടെ മേളിലും എന്തെങ്കിലും വെക്കാം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം
ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകും, ഇതുപോലെയൊക്കെ മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ. കാരണം പലപ്പോഴും ഈ ഡാഷ്ബോർഡിൻ്റെ മേളിൽ നമുക്കൊന്നും വെക്കാൻ സാധിക്കാറില്ല. എന്നാൽ ഇവിടെയൊക്കെ നമുക്ക് വളരെ കൂളായിട്ട് എന്തെങ്കിലും വെക്കുക എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവിടെയുണ്ട് ഈ ഒരു സ്ഥലത്തൊരു സ്പേസ് ഉണ്ട്, താഴെ സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് എനിക്ക് ഓപ്പൺ ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ട് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു കൂൾഡ് ഗ്ലോ ബോക്സ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി താഴോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മിറർ ഗ്ലാസ് കാണാൻ സാധിക്കുന്നുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ IRVMൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഈ ഒരു പോർഷൻ കാണാം. ഇത് റെയിൻ സെൻസറിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലത്തെ സീറ്റിൽ വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ അടുത്ത മാറ്റം. അതായത് ഞാൻ ആദ്യം ഫ്രണ്ട് പറഞ്ഞൊരു മാറ്റമാണ് ഓട്ടോ AC എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഫസ്റ്റ് ടൈമാണ് 2026 ഈ ട്രൈബറിലാണ് ഇത് വരുന്നത്. അതും ടോപ്പ് വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, എടുത്ത് പറഞ്ഞേക്കാം. ഇനി ഞാൻ ഈ ഒരു സീറ്റ് എത്രത്തോളം ഇറക്കി ഇട്ടെന്ന് നിങ്ങൾക്കറിയാം. നന്നായിട്ട് ഇറക്കിയാണ് ഇട്ട്, കാരണം എനിക്കവിടെ ഗ്ലോ ബോക്സ് കാലം മുട്ടാത്ത രീതിയിൽ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കത്തക്ക രീതിയിലാണ് ഇട്ട്. ഈ ഒരു സീറ്റ് വന്നിരിക്കുമ്പോൾ ഇത്രയും ഏരിയ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഇരുന്ന് അവർക്ക് ബുദ്ധിമുട്ട് വരും. അപ്പം കുറച്ചുകൂടെ ഞാൻ ഈ സീറ്റ് ഫ്രണ്ടിലോട്ടാക്കുകയാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് ഈ ഒരു സീറ്റിനെ സ്ലൈഡ് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് എനിക്ക് ഏതൊരു പൊസിഷൻ വേണം ആ ഒരു പൊസിഷനിൽ സ്ലൈഡ് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇതുപോലെ കിടന്ന് യാത്ര ചെയ്യാം. അതൊരു കംഫർട്ടബിൾ സൈഡാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ ഇത്രയും ഫീച്ചേഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ 40-60 സ്പ്ലിറ്റ് സീറ്റാണ് കിട്ടുന്നത്. ഇതൊരു 60 യൂണിറ്റും ഇതൊരു 40 ആണ് വരുന്നത്. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിവിടെ ഒരു ആം റെസ്റ്റ് കിട്ടുന്നുണ്ട്. ദേ ഈ കാണുന്നൊരു ആംറസ്റ്റാണ്, അതൊരു സിംഗിൾ ആംറസ്റ്റാണ്, ഡ്രൈവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആംറസ്റ്റാണ്. ഇതെല്ലാം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു വാഹനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളിൽ ഇവിടെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്, എന്നാൽ കോ ഡ്രൈവർ സൈഡിന് കിട്ടുന്നുമില്ല. ഇവിടെ എനിക്ക് തൊട്ട് താഴെ ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട് കാണാൻ സാധിക്കും. ബ്ലോവർ ഫാൻ്റെ സ്പീഡ് എനിക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂൾഡ് ഗ്ലോ ബോക്സ് പോലെ നമുക്കിവിടെ സൈഡിലൊരു സ്റ്റോറേജ് യൂണിറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞ് അത് ബാക്കിൽ നിന്ന് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഇരുന്നു, ഇനി ഈ ഒരു സൈഡിലോട്ടിരിക്കാം. ഇനി ബാക്കിലോട്ട് ഇരിക്കുന്നതിൻ്റെ വ്യത്യാസം കാണിക്കുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമുക്കിവിടെ സൈഡിൽ AC വെൻ്റ് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഈ ടോപ്പിലാണ് കാണുന്നത്, പക്ഷേ ഇവിടെ ടോപ്പ് എല്ലാം ഫ്രീ ആണ്. ഇവിടെ നമുക്കൊരു ലൈറ്റ് കാണാൻ സാധിക്കും, അത് നമുക്ക് LED ആണ് കിട്ടുന്നത്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് പറയാൻ സാധിക്കും. ഏതായാലും ഇവിടുത്തെ AC വെൻ്റ് കാരണം നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നന്നായിട്ട് എയർ ഫ്ലോ കിട്ടി ഇവിടെ യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പവർ വിൻഡോയുടെ സ്വിച്ചും കാണാൻ സാധിക്കും. അത്യാവശ്യം ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് റോയിലോട്ടൊന്ന് ഇരിക്കാം. തേർഡ് റോയിലോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ സീറ്റ് ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടാക്കി, അതായത് മാക്സിമം ഞാൻ ഫ്രണ്ടിലോട്ടാക്കി എന്ന് തന്നെ പറഞ്ഞു. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ മാക്സിമം ഫ്രണ്ടിലോട്ടാക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ തൊട്ട് മേളിലായിട്ടൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിവർ ഞാൻ പൊക്കി കഴിഞ്ഞാലും എനിക്കിതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, രണ്ട് സൈഡിലും സ്പ്രിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ട് ഇവനെ ഫോൾഡ് ചെയ്യാനും സാധിക്കും. ഇനി ഞാൻ ബാക്കിലോട്ട് കയറുകയാണ്. ഇതിലൊന്നും ഒരു രീതിക്കുള്ള മാറ്റവും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ ഇരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ഏറ്റവും ബാക്കിലോട്ടാണ്, ഫുൾ ബാക്കിലോട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് അല്ല, അത്യാവശ്യം കൺജസ്റ്റഡ് ആണ്. ഇപ്പം ഞാൻ ഈ ഒരു സൈഡിലോട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് നീ റൂമില്ല, ലെഗ് റൂമില്ല, അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് പൊക്കി വെച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇങ്ങനെ ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബാക്ക് തുറന്നിട്ട് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിക്ക് എനിക്ക് ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, ഈ ബാക്ക് സീറ്റിൽ നമുക്കിവിടെ ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു സീറ്റിന്, അതായത് രണ്ട് സീറ്റിലും ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്, സെൻട്രൽ സീറ്റിൽ ഹെഡ് റെസ്റ്റ് കിട്ടുന്നില്ല. ഇവിടെ എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് തന്നെ തല വെച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്, പക്കയാണ്. പക്ഷേ ഈ ഒരു ഭാഗമാണ് മോശമായിപ്പോയത്. ഇനി ഞാൻ ഈ ഒരു സീറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് നാക്കുകയാണ്. അതിനെനിക്ക് ഇവിടെ ഒന്നുമില്ല, അതിപ്പോഴും ഒരു നെഗറ്റീവായിട്ട് പറയാം. സൈഡിൽ മാത്രം നമുക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് സൈഡിലോട്ടാക്കി കഴിഞ്ഞാൽ എനിക്കിത് ഫോൾഡ് ചെയ്യാം, പക്ഷേ ഫ്രണ്ടിലോട്ട് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ ഏതായാലും ഈ ഒരു സീറ്റ് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടാക്കാം. ഒരു മാറ്റം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അടുത്ത മാറ്റം. കാരണം നേരത്തെ വന്നുകൊണ്ടിരുന്ന ട്രൈബറിൽ ഈ ഒരു സീറ്റ് നമുക്ക് ചാരി ഇടാൻ പറ്റുന്ന ഒരു 40% ഉള്ളായിരുന്നു. ഇപ്പം ഫുള്ളായിട്ട്, അതായത് ഒരു ഫ്ലാറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തിടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സീറ്റും ഫോൾഡ് ചെയ്ത്, ഈ സീറ്റും ഫോൾഡ് ചെയ്ത്, ഇതും ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത്രയും വൈഡ് ഏരിയ ആണ് നമുക്ക്
ലഗേജിനായിട്ട് എടുക്കാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഈ ഒരു സീറ്റ് നമുക്ക് ഇച്ചിരി ഒന്ന് കയറ്റിയിടാം. ഇപ്പം ഈ ഒരു സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. മാക്സിമം ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്കിവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പക്ഷേ തൈ സപ്പോർട്ട് ഇല്ല. ഞാൻ അതും കൂടെ എടുത്ത് പറയുകയാണ്, തൈ സപ്പോർട്ട് ഇല്ല. പക്ഷേ എനിക്കിവിടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്കിപ്പം നീ റൂം കിട്ടുന്നുണ്ട്, ലെഗ് റൂം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം. ഓക്കെ ആയിട്ടിരിക്കാം. ഇനി ഈ ഒരു സീറ്റ് വന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട്. ഇത് കുറച്ചുകൂടെ എന്തായാലും ഇത്ര ഏരിയയും കൂടെ ബാക്കിലോട്ട് പോയാലും കുഴപ്പമില്ല. ഞാൻ ഏതായാലും ഫ്രണ്ടിലോട്ട് വന്നിരിക്കട്ടെ. ആ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് കാല് താഴോട്ട് വെക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഇത് സേഫ്റ്റിയുടെ ഭാഗമാണ്, സൂക്ഷിച്ചോണം. ഇത് വെച്ചു. ഇപ്പം ഇത് രണ്ടും ഒരേ ലെവലിലായതുകൊണ്ട് ബാക്കി നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അതായത് രണ്ട് വലിയ ആൾക്കാർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ഇനി പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കും. 2 സീറ്റ് ബെൽറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മേളിൽ നമുക്ക് 2 AC വെൻറ്റ് കിട്ടുന്നുണ്ട്. അത് ഓഫ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിടാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ 2 ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലുമായിട്ട്. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ സാധിക്കും. ഈ ഒരു സൈഡിലും ചെറിയൊരു ഹാൻഡിൽ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഓവറോൾ നല്ലൊരു ഇതാണ്. ഈ ഒരു പോർഷനിൽ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ഔട്ട് സൈഡിലെ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറമേയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ ആളില്ല, ബാക്കിൽ എനിക്ക് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇങ്ങനെ പൊക്കുകയാണ്. ഇതിങ്ങനെ മറിഞ്ഞു. അതിനുശേഷം എനിക്ക് വളരെ കംഫർട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ സാധിക്കും. ഇതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇറങ്ങി വരുന്ന ഇപ്പോഴും ഈ ഒരു സൈഡ് കൊണ്ടേ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു സൈഡ് കൂടെ കയറാൻ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് കയറാനാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഗ്യാപ്പ് കാണാം. ഈ ഒരു ഗ്യാപ്പേ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. കഷ്ടിച്ചിരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതെ, അപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടായി. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഒരല്പം ഓക്കെ ഇപ്പം നോർമലാണ്. കാരണം നീ റൂം കുഴപ്പമില്ല, ലെഗ് റൂമും പ്രശ്നമില്ല, തൈ സപ്പോർട്ട് ഒരു ഓക്കെ, ഭയങ്കര കുമ്മനാന്ന് പറയത്തില്ല. ബാക്കിലെ കഴിഞ്ഞും അടിപൊളിയാണ്. തൈ സപ്പോർട്ടും ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഇരിക്കുന്നത് 60-ലാണ്. ഇങ്ങനെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ബാക്കിലും എൻ്റെ വലുപ്പത്തിനുള്ള ആൾക്കാർക്ക് 2 പേർക്ക് സുഖമായിട്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ 7 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാം. ഇനി പിള്ളേർ സെറ്റാണെങ്കിൽ ചിലപ്പം ഒരാൾക്കും കൂടെ വേണമെങ്കിൽ കുറേ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പവറിൽ, അതായത് ഞാൻ തുടക്കം പറഞ്ഞ പോലെ ഒരു 1 ലിറ്റർ എഞ്ചിനാണിത്. ഈ 1 ലിറ്റർ എഞ്ചിൻ വലിക്കുമോ? പലരുടെയും ഒരു സംശയമാണിത്. ഇങ്ങനെ ഒരു സംശയം എനിക്കും ആദ്യം ഉണ്ടായിരുന്നു. അതായത് ഒരു 1 ലിറ്റർ വാഹനത്തിൽ 7 പേരെ വെച്ച് വലിക്കുമെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അന്ന് ആ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. 7 പേരെ വെച്ച് ഞാനത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ സ്റ്റിയറിങ് തന്നെയാണ്. അതായത് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്മൂത്താണ്. ഡ്രൈവ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളൊരു 7 സീറ്റർ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് റിക്ലൈൻ ചെയ്തും സ്ലൈഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് വളരെ കംഫർട്ടബിളാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണമോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാകില്ല. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങളിപ്പോൾ ഒരു 7 സീറ്റർ വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു മാറ്റം, അതായത് 2026 വന്നിരിക്കുന്ന ട്രൈബറിൽ പറയത്തക്ക ഒരു 3 മാറ്റങ്ങളാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഈ 3 മാറ്റങ്ങൾ എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ഇതിൻ്റെ വേരിയൻസ് ഒതൻറ്റിക്, എവല്യൂഷൻ, ടെക്നോ, ഇമോഷൻ, ഈ 4 വേരിയൻസ് ആണ് വരുന്നത്. അതിൽ ഒതൻറ്റിക് ആണ് ഏറ്റവും ബേസ് വേരിയൻറ്റ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസാണ് 6,94,340 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എവല്യൂഷനാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 7,97,325. ഞാൻ ഇതിൻ്റെ ഒരു വേരിയൻസ് ഇത് കാര്യം കൂടെ ഒന്ന് പറഞ്ഞുതരാം, അതുകൂടെ കേട്ടോണം ഫുള്ളായിട്ട്. ടെക്നോ എന്ന് പറയുന്ന വേരിയൻറ്റ് 8,78,800 രൂപയാണ് വരുന്നത്. ഇമോഷൻ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് നമുക്ക് കിട്ടുന്ന 9,49,000 രൂപ. അതായത് 9,49,000 രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡ് നമുക്ക് ഇറക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ ഡ്യുവൽ ടോണും അവൈലബിൾ ആണ്. ഡ്യുവൽ ടോൺ വരുമ്പോൾ 9,73,000 രൂപയാവുകയാണ്. അതുപോലെ തന്നെ AMT വേരിയൻറ്റ്, അത് ഞാൻ പറഞ്ഞ പോലെ ഇമോഷൻ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലേ ഉള്ളൂ. അത് വരുന്ന സമയത്ത് 10,04,000. ചെറിയ ചെറിയ ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡീറ്റെയിൽസ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എൻക്വയറി നടത്തുന്ന കൂട്ടത്തിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ AMTയുടെ ഡ്യുവൽ ടോൺ വരുന്ന സമയത്ത് 10,28,697 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പോൾ ഏതായാലും ഓതൻറ്റിക് ഞാൻ പറഞ്ഞതുപോലെ ബേസ് വേരിയൻ്റ് ആണ്. അതിൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഈ സെക്കൻഡ് റോഡ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്കിതിൽ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്നത് ടെക്നോ എന്ന് പറയുന്ന വേരിയൻറ്റ് തന്നെയാണ്. കാരണം അതിലെല്ലാം കാര്യങ്ങളും നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ആദ്യം കാണിച്ചല്ലോ, മെക്കാനിക്കൽ തന്നെയാണ്, എന്നാലും അടിപൊളിയാണ്. അതുപോലെ തന്നെ ഡ്രൈവർ ആംറസ്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ ആ സൈഡിലോട്ട് കാണിച്ചതുപോലെ ആംറസ്റ്റ് കിട്ടുന്നുണ്ട്. ഇലക്ട്രിക്കലി
ഫോൾഡബിൾ ORVM കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടക്കി വെക്കേണ്ട, സ്വിച്ച് പ്രസ് ചെയ്താൽ മതി. ആ അടിപൊളി ഫീച്ചറാണ്. ഫ്രണ്ട് 2 ട്യൂട്ടറും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് റോയിൽ ബാക്കിൽ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കിട്ടുന്നുണ്ട്. LED ടെയിൽ ലാമ്പാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 15 ഇഞ്ചിൻ്റെ അലോയ് വീലായിട്ട് തോന്നുന്ന ഫ്ലെക്സ് വീൽസാണ് കിട്ടുന്നത്. റൂഫ് റെയിൽസ് നമുക്ക് വരുന്നുണ്ട് 50 kg. അപ്പം എല്ലാം കൊണ്ട് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ടെക്നോ ആണ് ഏറ്റവും അടിപൊളി. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ മുടക്കാമെന്നുണ്ടെങ്കിൽ ഓട്ടോ AC LED പ്രൊജക്ടർ കാര്യങ്ങളെല്ലാം കൂടെ കിട്ടുന്ന ഇമോഷൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് എടുക്കാൻ സാധിക്കും. കാരണം 10 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു ടോപ്പ് വേരിയൻ്റ് വാഹനം കുഴപ്പമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കുഴപ്പമില്ലെന്നല്ല, ബെസ്റ്റാന്ന് പറയും. കാരണം ഒരു 7 സീറ്ററാണ്. പ്രത്യേകിച്ച് 1000 cc ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇൻഷുറൻസും ടാക്സും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമുക്ക് കുറവായിട്ട് കിട്ടുന്നതിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടേക്കാം. മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും എടുത്ത് പറയാത്തത്. നമുക്കിവിടെ കിട്ടുന്ന ഒരു 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 72 PS പവറും 96 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ വലിക്കുമോ എന്ന് പലരുടെയും സംശയത്തിൻ്റെ ഒരു ഉത്തരം, ഞാൻ ഡ്രൈവ് ചെയ്തു, പേഴ്സണലായിട്ട് ഡ്രൈവ് ചെയ്ത് നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ കയറ്റി നോക്കിയിട്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നിയൊരു വാഹനമാണ്. അതായത് ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ പറയത്തില്ല. ടെർബോ ഇല്ലാത്തതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഒരു സെക്കൻഡിലൊക്കെ ഇട്ട് എടുക്കാനാണെങ്കിൽ നടക്കൂല. 3 സിലിണ്ടറാണ്, 1 ലിറ്റർ മാത്രം വരുന്നുള്ളൂ. മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ ഓപ്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ തന്നെ ഒരു ടെർബോ വേരിയൻറ്റ് വരാൻ പോകുന്നുണ്ട്. ഈ ടെർബോ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒരുപാട് പവർ പ്രതീക്ഷിക്കാൻ പറ്റില്ല. 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പവർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു എഞ്ചിനാണെന്ന് പറയാൻ സാധിക്കും. അതായത് ഈ ഒരു എഞ്ചിനിൽ ഒരു രീതിക്കുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.